നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ഓഗസ്റ്റ് 1 മുതൽ 31 വരെ, അതായത് കർക്കിടകം 16 മുതൽ ചിങ്ങം 15 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ഭരണി നക്ഷത്ര ജാതർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന മാസങ്ങളാണിത്. നിലവിലുള്ള ജോലിയിൽ പുരോഗതിയും അനുകൂലം സാധ്യതകളും ഉണ്ടാകുന്നു. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരുന്നതാണ്. ഭാവിയിലേക്കായുള്ള വിവിധ നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതാണ്. ഇനി വീടിന് തറക്കല്ലിടുന്ന ചടങ്ങ് നടത്തുവാൻ സാധ്യതയുണ്ട്. അവിവാഹിതർക്കാണെങ്കിൽ വിവാഹാലോചനകളിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കർമ്മരംഗത്ത് ഗുണപരമായ മാറ്റങ്ങൾ തന്നെ പ്രകടമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. ജോലിയിൽ പ്രമോഷൻ നേടുവാനുള്ള അവസരങ്ങളാണ് വരുന്നത്. പുതിയ തൊഴിൽ നേടുന്നതിനും സാധ്യത കാണുന്നു. പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള സാധ്യതയും വിജയസാധ്യതയും പൂർത്തീകരണവും സാധ്യം. പൊതുവെ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പുരോഗതി ലഭിക്കുന്നതായി കാണാം. ഉദ്യോഗസ്ഥർക്കും അനുകൂല മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. തൊഴിലിൽ പുരോഗതി നേടുന്നു. പുതിയ പ്രവർത്തന മേഖലയിൽ പരിശ്രമങ്ങൾ നടത്തി വിജയസാധ്യത കാണുന്നുണ്ട്. എങ്കിലും ആരോഗ്യപരമായ ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുള്ള മാസങ്ങളാണ് ഭരണി നക്ഷത്ര ജാതർക്ക്. ആപത് ഘട്ടങ്ങളിൽ നിങ്ങളുടെ സുഹൃത്ത് സഹായം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുടെ പിന്തുണയും സഹകരണ സ്നേഹമനോഭാവവും ഉണ്ടാകുന്നതായാണ് അനുഭവപ്പെടുന്നത്. വ്യവസായികൾക്കും വ്യാപാരികൾക്കും വളരെയധികം നേട്ടമുണ്ടാകുന്ന മാസങ്ങളാണ്. നിലവിലുള്ള ഗൃഹം മോടി പിടിപ്പിക്കുവാനോ പുതിയ ഗൃഹം നിർമ്മിക്കുവാനോ ഉള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദിവസവും ഗണേശാഷ്ടകം ചൊല്ലുന്നത് അഭിലഷണീയവും കാര്യസിദ്ധിപ്രാപ്തവുമാണ്. ചില അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ഓഗസ്റ്റ് മാസം പകുതിയോടെ കണ്ടേക്കാം. ധനനഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ ജോലിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബർ മാസാവസാനത്തോടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം. മനക്ലേശവും അസ്വസ്ഥതകളും വർദ്ധിച്ചേക്കാവുന്ന സമയമാണ്. ഈ സമയങ്ങളിൽ മറ്റുള്ളവരുടെ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങൾക്കുള്ള സാധ്യത കാണുന്നതിനാൽ ശ്രദ്ധിക്കുന്നത് നന്ന്. സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകുന്ന സമയമാണ്. സർവകാര്യ വിജയത്തിനും അഭീഷ്ടസിദ്ധിക്കുമായി ജയസുദർശന പൂജ നടത്തുന്നത് അഭികാമ്യമായി കാണുന്നുണ്ട്. ഇനി മാസാവസാന സമയങ്ങളിൽ തൊഴിൽ രംഗത്ത്, കർമ്മമണ്ഡല രംഗത്ത് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ജോലിയിൽ മാറ്റങ്ങൾ വരാം. ധനമിടപാടുകൾ വളരെ സൂക്ഷിച്ച് നടത്തേണ്ടുന്നതാണ്. കച്ചവടക്കാർക്കാണെങ്കിൽ ചില പ്രതിസന്ധികൾ അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും പ്രവർത്തന രംഗത്ത് വിഷമതകൾ അനുഭവപ്പെടാവുന്ന സമയമാണ്. യാത്രാക്ലേശങ്ങൾ വർദ്ധിക്കുന്നതായാണ് കാണുന്നത്. എങ്കിലും ജോലി മാറ്റത്തിലൂടെ വരുന്ന വിപുലീകരണവും അഭിവൃദ്ധിയും ഫലം. ഏതു കാര്യത്തിലും ഭരണി നക്ഷത്രക്കാർ അതീവ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. പൊതുവെ സാമ്പത്തിക നില വളരെയധികം നേട്ടങ്ങളാൽ സമൃദ്ധമാകുന്നതായാണ് കാണുന്നത്. സന്താനങ്ങളെക്കൊണ്ട് ഗുണാനുഭവങ്ങൾ കൈവരാം. സന്താനസിദ്ധി അനുഭവയോഗ്യമാണ്. ഭരണി നക്ഷത്ര ജാതർ വളരെ ശ്രദ്ധയോടുകൂടി ഈശ്വര വിചാരത്തോടുകൂടി നടത്തുന്ന എല്ലാ ശ്രമങ്ങളും പരിപൂർണ വിജയമാണെന്നാണ് കാണുന്നത്. അവിചാരിത നേട്ടങ്ങൾ അനുഭവയോഗ്യമാകുന്ന മാസങ്ങളാണ് ഭരണി നക്ഷത്ര ജാതർക്ക് വരുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ കച്ചവടക്കാർ, വ്യാപാരം നടത്തുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. വിദ്യാർത്ഥികൾ വളരെ ജാഗ്രതയോടെ പരിശ്രമിക്കുകയാണെങ്കിൽ ഉദ്ദേശിച്ച ഗുണം തന്നെ ലഭിക്കുന്നതായാണ് കാണുന്നത്.
ഉദ്യോഗസ്ഥരാണെങ്കിൽ വളരെ ഗുണകരമായ ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി കാണുന്നുണ്ട്. പ്രണയകാര്യങ്ങളിൽ പുരോഗതിയും വിവാഹത്തിലെത്തുന്ന രീതിയിലുള്ള അനുഭവ ഗുണങ്ങളാണ് കാണുന്നത്. ഭരണി നക്ഷത്ര ജാതർ സമ്പൂർണ്ണ രാശി ചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധിയും പരിഹാരവും നടത്തിയാൽ അഭീഷ്ടകാര്യപ്രാപ്തി വിദൂരമല്ല. ഇനി ചില ചെറിയ തടസ്സങ്ങൾ സെപ്റ്റംബർ അവസാന പാദത്തിൽ ഉണ്ടാകുമെങ്കിലും പിന്നീട് അത് മാറി വരുന്നതായാണ് തെളിയുന്നത്. തുടർച്ചയായ ശ്രമം കൊണ്ട് കർമ്മരംഗത്ത് നിരന്തരമായ അഭിവൃദ്ധിയും പുരോഗതിയുമാണ് ഭരണി നക്ഷത്രക്കാർക്ക് കൈവശമാകുന്നത്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുന്നത് നന്ന്. സ്വജനകലഹം, ബന്ധുവിരോധം ഇവ സംഭവിച്ചേക്കാവുന്ന സമയമാണ്. നിങ്ങളുടെ ആരൂഢത്തിൽ വളരെ സൗഭാഗ്യകരമായ ഒരു രാജയോഗകല തെളിഞ്ഞു കാണുന്നുണ്ട് ഭരണി നക്ഷത്രക്കാർക്ക്. ഇത് രാശിചിന്തയിലൂടെ മനസ്സിലാക്കി വേണ്ടതു ചെയ്താൽ ഐശ്വര്യ സമൃദ്ധിയാണ് ഫലം എന്നത് അറിയുക. കൂടുതൽ ഗുണാനുഭവങ്ങളും തടസ്സനിവൃത്തികൾക്കും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കൂടാതെ പ്രധാന ദേവത ഭദ്രകാളിയായിരിക്കുന്ന ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.